ടെക് ഗ്രാഫിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടെക് ഗ്രാഫിക്സ്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു ആപ്ലിക്കേഷനാണ്. യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഓരോ യൂട്യൂബർക്കും വളരെ ഉപകാരപ്രദമാവുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണിത്. എന്താണ് ആപ്ലിക്കേഷൻ എന്നല്ലേ? അതായത് യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഓരോ കൂട്ടുകാരും നേരിടുന്ന ഒരു പ്രശ്നമായിരിക്കും നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്യാൻ പോകുന്ന വീഡിയോയെ പറ്റിയുള്ള ഡിസ്ക്രിപ്ഷൻ ഒന്നെങ്കിൽ അവർ കാണാതെ പറയുകയായിരിക്കും ചെയ്യുന്നത്, അല്ലെങ്കിൽ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെച്ചിട്ട് അത് നോക്കി പറയുകയായിരിക്കും ചെയ്യുന്നത്. എന്നാൽ അങ്ങനെ ചെയ്യുമ്പോൾ ഒട്ടുമിക്ക പേർക്കും സംഭവിക്കുന്നത്, ചിലപ്പോൾ തെറ്റ് വരുമ്പോൾ അത് കട്ട് ചെയ്തിട്ട് വീണ്ടും വീഡിയോ എടുക്കേണ്ടി വരും. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടാകും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ടൈം വേസ്റ്റ് ആവുകയാണ്. അപ്പോൾ ഓരോ വീഡിയോയും പെർഫെക്റ്റ് ആയിട്ട് വരാൻ വേണ്ടി ഒരുപാട് ചിലപ്പോൾ അധ്വാനിക്കുന്ന കൂട്ടുകാരും ഉണ്ടായിരിക്കാം. ഇതുപോലെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ഒരുപാട് മിസ്റ്റേക്കുകൾ മുഖേന ഒരുപാട് അധ്വാനിച്ച് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന കൂട്ടുകാർ നിരവധി ഉണ്ടായിരിക്കാം. എന്നാൽ ഇന്ന് ഞാൻ ഈ പരിചയപ്പെടുത്തുന്ന ആപ്ലിക്കേഷൻ വഴി നിങ്ങളിപ്പോൾ നേരിടുന്ന ഈ പ്രശ്നം വളരെ പെട്ടെന്ന് തന്നെ പരിഹരിക്കാൻ സാധിക്കുന്നതായിരിക്കും. അതിനായി നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആപ്ലിക്കേഷൻ ഇതാണ്. സെൽവി എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. കൂട്ടുകാർക്ക് ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. ഞാൻ ഈ ആപ്ലിക്കേഷൻ ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ ഷോ ഇൻട്രോ എന്ന് ഒരു ബട്ടൺ കാണാം. നിങ്ങൾക്ക് ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് വേണമെങ്കിൽ ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ കാണാൻ സാധിക്കും. തൽക്കാലം ഞാൻ ഇവിടെ താഴെ സ്കിപ്പ് എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ നമുക്ക് നമ്മുടെ ക്യാമറ സ്ക്രീനിൽ എഴുതി കാണിക്കേണ്ട ടെക്സ്റ്റ് എൻ്റർ ചെയ്യാൻ സാധിക്കും. അതിവിടെ എൻ്റർ ചെയ്യേണ്ടതാണ്. അതായത് നമ്മൾക്ക് നമ്മുടെ വീഡിയോയെ പറ്റിയുള്ള ഡിസ്ക്രിപ്ഷൻ എന്താണോ അത് കൂട്ടുകാർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതിനായി മുകളിൽ ക്രിയേറ്റ് ന്യൂ ടെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഹെഡിങ് എന്തെങ്കിലും വേണമെങ്കിൽ അത് ഇവിടെ എൻ്റർ ചെയ്യാൻ സാധിക്കും. അതുപോലെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഡിസ്ക്രിപ്ഷൻ ഇവിടെ എൻ്റർ ചെയ്യാം. അതിനായി ഞാൻ ഡെമോയ്ക്ക് വേണ്ടി കുറച്ച് ടെക്സ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യുകയാണ്. അങ്ങനെ എല്ലാം ചെയ്തതിന് ശേഷം ഈ ടിക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ നമുക്ക് ക്യാമറയിൽ നോക്കി വായിക്കേണ്ട ടെക്സ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പോവുകയാണ്. അതിനായി നമ്മളിപ്പോൾ എൻ്റർ ചെയ്ത ഈ ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കൂട്ടുകാർക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മുടെ ഫ്രണ്ട് ക്യാമറയും ഓപ്പണായി. അതുപോലെ തന്നെ നമ്മൾ എൻ്റർ ചെയ്ത ടെക്സ്റ്റും നമ്മുടെ ക്യാമറയ്ക്ക് മുമ്പിലായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി വളരെ ഈസി ആയിട്ട് നമ്മുടെ സ്ക്രീനിൻ്റെ മുമ്പിൽ കാണുന്ന ടെക്സ്റ്റ് വായിച്ചുകൊണ്ട് അടിപൊളിയായിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. നേരത്തെയൊക്കെ നമ്മൾ ചെയ്ത കൂട്ട് കാണാപ്പാഠം പഠിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഫോക്കസ് ചെയ്യാനും പറ്റും. അതായത് കറക്റ്റായിട്ട് നമുക്ക് നമ്മുടെ ക്യാമറയെ ഫോക്കസ് ചെയ്യാനും പറ്റും. എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമുക്ക് സ്ക്രീനിൽ തന്നെ കണ്ടുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാനും സാധിക്കും. അപ്പോൾ അങ്ങനെ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യാനും സാധിക്കും. ഇവിടെ നമ്മൾ എൻ്റർ ചെയ്ത ടെക്സ്റ്റിൻ്റെ മുകളിലായിട്ട് നീല നിറത്തിലുള്ള ഒരു റൗണ്ട് ബട്ടൺ കൂട്ടുകാർക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ കൂട്ടുകാർക്ക് ഇവിടെ കാണാം നമ്മൾ എൻ്റർ ചെയ്ത ടെക്സ്റ്റ് സ്ക്രോൾ ചെയ്യുകയാണ്. അപ്പോൾ നമുക്കിനി വളരെ പെട്ടെന്ന് വായിക്കാൻ സാധിക്കും. ഞാൻ തൽക്കാലം അത് പോസ് ചെയ്യുകയാണ്. ഇനി നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാം. അതിനായി താഴെ നീല നിറത്തിലുള്ള ഒരു വലിയ റൗണ്ട് കൂട്ടുകാർ കാണുന്നുണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ കൂട്ടുകാർക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മുടെ വീഡിയോ റെക്കോർഡ് ആവുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ടെക്സ്റ്റും സ്ക്രോൾ ആവുന്നുണ്ട്. ഇനി കൂട്ടുകാർക്ക് ഈ ടെക്സ്റ്റിൽ കാണിക്കുന്ന കാര്യങ്ങളെല്ലാം ക്യാമറയിൽ നോക്കിക്കൊണ്ട് തന്നെ വായിച്ച് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ റെക്കോർഡായിക്കൊണ്ടിരിക്കുന്ന വീഡിയോ സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ചുവന്ന റൗണ്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ റെക്കോർഡായ നമ്മുടെ വീഡിയോ ഇവിടെ നമുക്ക് പ്ലേ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഈ ഷെയർ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഫേസ്ബുക്ക്, വാട്സപ്പ് തുടങ്ങിയ സോഷ്യൽ മീഡിയ വഴി നമുക്ക് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യാൻ സാധിക്കും. അതിനുശേഷം മുകളിൽ കാണുന്ന ഈ ടിക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ കൂട്ടുകാർക്ക് ഇവിടെ കാണാം നമ്മൾ മെയിൻ ഇൻ്റർഫേസിൽ വന്നിട്ടുണ്ട്. നമ്മുടെ വീഡിയോ ഗാലറി സേവ് ആയിട്ടുണ്ട് എന്നൊരു മെസ്സേജ് ഇവിടെ കാണാൻ സാധിക്കും. അതിന് ശേഷം നമുക്ക് ഗാലറിയിൽ ഒന്ന് കയറി നോക്കാം. ഗാലറി സെൽവി എന്ന് പറയുന്ന ഫോൾഡറിൽ നമ്മുടെ
വീഡിയോ ഉണ്ട്, കൂട്ടുകാർക്കിത് പ്ലേ ചെയ്ത് നോക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ടെക്സ്റ്റ് സ്ക്രോൾ ചെയ്യുന്ന സ്ക്രീനിൻ്റെ സൈസ് നമുക്ക് കൂട്ടാൻ സാധിക്കും. ഇതിനായി റൈറ്റ് സൈഡിൽ കാണുന്ന നീല ഈ ഐക്കണിൽ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് കൂട്ടുകാർ സ്ക്രീനിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഓരോരോ കൂട്ടുകാർക്കും വളരെ ഉപകാരപ്രദമാകുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണിത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.